കൊല്ലത്ത് അതിദാരുണമായ സംഭവം. കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം പ്രതി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. കൊല്ലം ഉളിയക്കോവിൽ മാതൃകാനഗർ ഫ്ലോറിഡെയിലിൽ ഫെബിൻ രാജ് ഗോമസ് എന്ന ബിരുദ വിദ്യാർത്ഥിയെയാണ് വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയത്. ചവറ നീണ്ടകര തെക്കേടത്തെ വീട്ടിൽ കൊല്ലം DCRB സബ് ഇൻസ്പെക്ടർ രാജുവിന്റെ മകൻ തേജസ് രാജാണ് ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം തേജസ് രാജ് കൊല്ലം ചെമ്മാമുക്കിന് സമീപത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. പർദ്ദയും ഷാളും ധരിച്ച് ഫെബിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന തേജസ് രാജ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ പിതാവിനെയും ഇയാൾ കുത്തുകൊണ്ട് ഫെബിൻ റോഡിൽ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടുകൂടി തേജസ് രാജ് ഇവിടെ നിന്നും റോഡിൽ പാർക്ക് ചെയ്തിരുന്ന തന്റെ വാഹനത്തിൽ കടന്നു കളയുകയായിരുന്നു. ഇതൊരു 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഇത് ബഹളം കേട്ടോണ്ടാണ് നമ്മൾ വന്ന് നോക്കുന്നത്. ഇതെല്ലാം പെട്ടെന്നായിരുന്നു. ഇപ്പോ എന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വീട്. പയ്യൻ അവിടുന്ന് ഇറങ്ങി ഓടി വന്ന് എന്റെ മതിലിന്റെ സൈഡിലാണ് വന്ന് വീണത്. അപ്പോഴത്തേക്കും ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തു. കുറച്ച് ആൾക്കാരൊക്കെ വന്നിരുന്നു. ഒരു ആട്ടോ വന്ന ആട്ടോ തടഞ്ഞു നിർത്തി ആൾക്കാരെ പയ്യനെ കൊണ്ടുപോയി. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അറിയുന്നത് പയ്യൻ മരണപ്പെട്ടു. അവരച്ഛനും കുട്ടികളുണ്ടായിരുന്നു. റീസണൊന്നും നമുക്കറിയത്തില്ല. ഓടിക്കൂടിയ നാട്ടുകാർ ഫെബിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണമടഞ്ഞു. അല്പം വൈകാതെ തന്നെ തേജസ് രാജിന്റെ മരണ വാർത്തയും എത്തി. വാഹനത്തിന്റെ നമ്പർ ഉപയോഗിച്ച് മേൽവിലാസം കണ്ടെത്തിയപ്പോഴാണ് തേജസ് രാജ് ട്രെയിനു മുന്നിൽ ചാടി മരിച്ചത് കണ്ടെത്തിയത്. ഇരുവർക്കും ഇടയിൽ എന്താണ് പ്രശ്നമെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഫെബിന്റെ സഹോദരിയും തേജസ് രാജും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നതാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. ഫെബിന്റെ മൃതശരീരം കൊല്ലം ബെൻസിഗർ ആശുപത്രിയിലും തേജസ് രാജിന്റെ മൃതശരീരം കൊല്ലം ശങ്കേഴ്സ് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. സബീന, ദൃശ്യ ന്യൂസ്, കൊല്ലം.